വളരെ ചെറിയൊരു ഗ്രാമം. അവിടെ ഒരു കൊച്ചു വീട്ടിൽ ശാരദ എന്ന അമ്മയും അവരുടെ 5 വയസ്സുകാരനായ മകൻ രാഹുലും മാത്രമായിരുന്നു താമസം. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു ചെറിയ കുടുംബമായിരുന്നെങ്കിലും ആ വീടിനുള്ളിൽ വലിയൊരു കണ്ണീർ കഥ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു അമ്മയും മകനും മാത്രമുള്ള ആ കുടുംബത്തിൽ ഒരച്ഛൻ്റെ തണൽ ഉണ്ടായിരുന്നില്ല. സ്വന്തം സുഖവും സന്തോഷവും മാത്രം തേടി ആ അമ്മയെയും കുഞ്ഞിനെയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് രാഹുലിൻ്റെ അച്ഛൻ എങ്ങോട്ടോ പോയിരുന്നു. ആരും തുണയില്ലാത്ത ഈ ലോകത്ത് അവരെ തനിച്ചാക്കിക്കൊണ്ട് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം അയാൾ പോയപ്പോൾ ശാരദയുടെ ലോകമാണ് തകർന്നടിഞ്ഞത്. ചെറുപ്പം മുതലേ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം കണ്ടാണ് ശാരദ വളർന്നത്. സ്വന്തം വീട്ടിൽ നിന്നും ആഗ്രഹിച്ചതുപോലെ ഒരു സന്തോഷം അവർക്ക് കിട്ടിയിരുന്നില്ല. ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒരുപാടേറെ സ്നേഹവും കരുതലും അവർ പ്രതീക്ഷിച്ചിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ട കുട്ടിക്കാലവും സന്തോഷവും ഇനി ദാമ്പത്യ ജീവിതത്തിൽ കിട്ടുമെന്ന് അവർ ഒരുപാട് സ്വപ്നം കണ്ടു. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഭർത്താവ് അവരെ വിട്ടുപോയത്. കൂടെയുള്ള ബന്ധുക്കളിൽ നിന്നും ഒരു നല്ല വാക്കോ സ്നേഹമോ അവർക്ക് ഒരിക്കലും ലഭിച്ചില്ല. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും മാത്രം ഏറ്റുവാങ്ങി ആ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ശാരദ ഒതുങ്ങിപ്പോയി. തൻ്റെ ജീവിതത്തിൽ വന്ന ഈ വലിയ വഞ്ചനയും മാറ്റങ്ങളും ഒറ്റപ്പെടലും അവരെ മാനസികമായി കടുത്ത സങ്കടത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. ഉള്ളിലെ വിഷമങ്ങൾ ആരോടും പറയാനാവാതെ ഒടുവിൽ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുകയായിരുന്നു. തനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ആരും തന്നെ സ്നേഹിച്ചതുമില്ല. പക്ഷേ തന്നെയും കൊണ്ട് ഇത്രയും വലിയ ചതി ചെയ്ത ആ അച്ഛൻ്റെ മുന്നിൽ തൻ്റെ മകനെങ്കിലും ഈ ലോകത്ത് എല്ലാവരുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കണം. അവൻ വലിയൊരു നിലയിലെത്തണം എന്ന ചിന്ത മാത്രമാണ് ആകെ ശാരദയ്ക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. തങ്ങളെ ഇല്ലാതാക്കിയവർക്ക് മുന്നിൽ മകനിലൂടെ ജീവിച്ചു കാണിക്കണം എന്ന ഒരു ചിന്ത പിന്നീട് അവരുടെ മനസ്സിൽ ഒരു ഭ്രാന്തമായ വാശിയായി മാറി. അതുകൊണ്ട് തന്നെ രാഹുലിന് 5 വയസ്സായപ്പോൾ മുതൽ ശാരദ അവനെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഇരുത്തി. എന്നാൽ ഒരു സാധാരണ വൈകുന്നേരം ആ അമ്മയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ കറുത്ത നിമിഷം കടന്നു വന്നു. ഒരു ദിവസം വൈകുന്നേരം പതിവ് പോലെ ശാരദ രാഹുലിനെ പഠിപ്പിക്കാനിരുത്തി. എന്നാൽ അന്ന് അവന് ഒട്ടും പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. പെയ്തു തോരാത്ത കർക്കിടക മഴയുള്ള ഒരു വൈകുന്നേരമായിരുന്നു അത്. പുറത്തു നല്ല തണുപ്പുള്ളപ്പോഴും ആ വീടിനുള്ളിൽ ഒരു അമ്മയുടെ ഉള്ളിൽ ദേഷ്യത്തിൻ്റെ കനലുകൾ എരിയുകയായിരുന്നു. മറ്റുള്ള കുട്ടികളെല്ലാം സ്കൂളിൽ ഒന്നാമതായി വരുമ്പോൾ തൻ്റെ മകൻ മാത്രം എപ്പോഴും കളിച്ചു നടക്കുന്നത് ശാരദയ്ക്ക് സഹിക്കാനാവില്ലായിരുന്നു. അവനെ ഒരു വലിയ നിലയിലെത്തിക്കണമെന്ന ചിന്ത ഒരു തരം വാശിയായി ആ അമ്മയുടെ മനസ്സിൽ വളർന്നിരുന്നു. രാഹുൽ, ആ അക്ഷരം ഒന്നുകൂടി എഴുതൂ. ശാരദയുടെ ശബ്ദത്തിൽ ഗാംഭീര്യമുണ്ടായിരുന്നു. അമ്മേ, എനിക്ക് കൈ വേദനിക്കുന്നു, നാളെ എഴുതാം. രാഹുൽ കൊഞ്ചലോടെ പേടിയോടെ പറഞ്ഞു. ഇല്ല, ഇപ്പോൾ തന്നെ എഴുതണം. എന്നാൽ രാഹുലിൻ്റെ ശ്രദ്ധ ജനലിലൂടെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളത്തിലായിരുന്നു. വീണ്ടും എഴുതിയപ്പോൾ അക്ഷരം തെറ്റി. ദിവസത്തിൽ മുഴുവനും ജോലിയുടെയും കുടുംബഭാരത്തിൻ്റെയും സങ്കടവും ദേഷ്യവും ആ അമ്മയിലേക്ക് ഇരച്ചു കയറിയത് ആ നിമിഷത്തിലായിരുന്നു. ശാരദയുടെ കൈകൾ വായുവിൽ ഉയർന്നു. എടാ എന്നൊരലർച്ചയോടെ ശക്തമായ ഒരടി രാഹുലിൻ്റെ പിഞ്ചു കവിളിൽ പതിഞ്ഞു. ആ കുഞ്ഞു ശരീരം ആ ആഘാതത്തിൽ തറയിലേക്ക് തെറിച്ചു വീണു. അപ്രതീക്ഷിതമായി കിട്ടിയ ആ അടിയിൽ രാഹുൽ ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി. അവൻ്റെ കവിളിൽ വിരലുകളുടെ ചുവന്ന പാടുകൾ തെളിഞ്ഞു വന്നു. അവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പേടിച്ച് വിറച്ച് തൻ്റെ പ്രിയപ്പെട്ട ആ പഴയ കളിപ്പാവിയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മുറിയുടെ ഒരു ഇരുണ്ട കോണിലേക്ക് ഒതുങ്ങിക്കൂടി. അവൻ്റെ കരച്ചിൽ ആ മഴയുടെ ശബ്ദത്തിൽ മുങ്ങിപ്പോയി. അടിച്ചു കഴിഞ്ഞപ്പോൾ ശാരദയ്ക്കും സങ്കടം വന്നെങ്കിലും ഇങ്ങനെ ചെയ്താലേ അവൻ പഠിക്കൂ എന്ന് സ്വയം ന്യായീകരിച്ച് അവർ അടുക്കളയിലേക്ക് നടന്നു. ആ ഒരൊറ്റ അടി രാഹുലിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ ഒരൊറ്റ അടി രാഹുലിൻ്റെ ജീവിതത്തെയും സ്വഭാവത്തെയും പൂർണ്ണമായി മാറ്റിമറിച്ചു. അതിനുശേഷം അവൻ നന്നായി പഠിക്കാൻ തുടങ്ങി. കളിക്കാൻ പോകാതെ എപ്പോഴും പുസ്തകങ്ങൾക്കിടയിൽ മാത്രമായി അവൻ ഒതുങ്ങി. പക്ഷേ അതിനൊപ്പം അവൻ്റെ ആ പഴയ കൊഞ്ചലും കളിച്ചിരികളും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയിരുന്നു. അമ്മ അരികിലേക്ക് വരുമ്പോൾ അവൻ ഭയത്തോടെ ഒന്ന് പിന്നോട്ട് മാറുമായിരുന്നു. അമ്മയുടെ സ്നേഹമുള്ള തലോടലുകൾ പോലും അവൻ ഭയത്തോടെയാണ് കണ്ടത്. വർഷങ്ങൾ കടന്നുപോയി. രാഹുൽ പഠിച്ച് വലിയൊരു കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി. അവൻ ആഗ്രഹിച്ചതുപോലെ നഗരത്തിലേക്ക് ജോലി കിട്ടി മാറി താമസിച്ചു. അമ്മയ്ക്ക് ആവശ്യത്തിന് പണവും മരുന്നുകളുമെല്ലാം അവൻ കൃത്യമായി അയച്ചു കൊടുക്കുമായിരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവൻ നല്ലൊരു മകനായിരുന്നു. പക്ഷേ ആ അമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ അവൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല.
ശാരദ ഫോൺ വിളിച്ചാൽ വിശേഷങ്ങൾ ഒന്നുമില്ല അമ്മേ, ഞാൻ തിരക്കിലാണ് എന്ന് പറഞ്ഞ് വെറും 1-2 മിനിറ്റിൽ അവൻ ഫോൺ കട്ട് ചെയ്യുമായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ മകൻ വലിയ നിലയിലായിട്ടും തന്നിൽ നിന്ന് ഒരു നല്ല വാക്കോ സ്നേഹമോ കിട്ടാതെ ആ അമ്മ ഉള്ളുരുകി ജീവിച്ചു. വർഷങ്ങൾക്ക് ശേഷം രാഹുൽ നാട്ടിലെ വീട്ടിൽ കുറച്ച് ദിവസത്തെ അവധിക്ക് തിരിച്ചെത്തി. പക്ഷേ പഴയതുപോലെ അമ്മയോട് സംസാരിക്കാനോ ഒപ്പമിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം രാഹുൽ പുറത്തുപോയ സമയത്ത് ശാരദ അവൻ്റെ മുറി വൃത്തിയാക്കുകയായിരുന്നു. പഴയ സാധനങ്ങൾ വെച്ചിരിക്കുന്ന പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്നും ഒരു പഴയ ഡയറി ശാരദയുടെ കൈകളിൽ തടഞ്ഞു. രാഹുൽ കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയ ഡയറിയായിരുന്നു അത്. ശാരദ ആകാംക്ഷയോടെ അതിൻ്റെ താളുകൾ മറിച്ചു നോക്കി. പെട്ടെന്ന് ഒരു പേജിലെത്തിയപ്പോൾ ആ അമ്മയുടെ കൈകൾ വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അതിൽ രാഹുൽ തൻ്റെ സ്വന്തം കൈപ്പടയിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: എനിക്ക് 5 വയസ്സുള്ളപ്പോൾ പഠിച്ചില്ലെന്ന് പറഞ്ഞ് അമ്മ എന്നെ ക്രൂരമായി തല്ലി. അന്ന് എൻ്റെ കവിളിൽ മാത്രമല്ല, എൻ്റെ മനസ്സിലാണ് അമ്മ അടിച്ചത്. എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാൾ വലുത് എൻ്റെ മാർക്കുകളായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അത്. അമ്മയുടെ സ്നേഹം ഒരു കാപട്യമാണെന്ന് ഞാൻ ഭയന്നു. അന്നു മുതൽ അമ്മയുടെ അരികിലേക്ക് പോകാൻ, അമ്മയെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് പേടിയാണ്. ആ പേടി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഡയറിയുടെ ആ താളുകളിൽ രാഹുലിൻ്റെ കണ്ണീർ വീണുണങ്ങിയ പാടുകളുണ്ടായിരുന്നു. അതുകൂടി കണ്ടതോടെ ശാരദയുടെ നെഞ്ച് തകർന്നുപോയി. തലയിൽ കൈവച്ച് നെഞ്ചുപൊട്ടി ആ അമ്മ ആരും കാണാതെ ആ ഇരുണ്ട മുറിയിലിരുന്ന് വിതുമ്പിക്കരഞ്ഞു. താൻ അന്ന് ചെയ്തത് എത്ര വലിയ പാപമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. മകനെ മിടുക്കനാക്കാൻ വേണ്ടിയാണ് തല്ലിയതെങ്കിലും ആ ഒരൊറ്റ അടിയിലൂടെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടത് തൻ്റെ മകൻ്റെ കുഞ്ഞുനാളിലെ സുരക്ഷിതത്വബോധവും തന്നോടുള്ള അമ്മയെന്ന സ്നേഹവുമായിരുന്നു. സമയം കടന്നുപോയി. പുറത്ത് ഇരുട്ട് പടർന്നു കഴിഞ്ഞിരുന്നു. ഉമ്മറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു. സാധാരണ ദിവസങ്ങളിൽ മകൻ വരുമ്പോൾ ഓടിച്ചെന്ന് വാതിൽ തുറക്കുന്ന ശാരദ ഇന്ന് ആ മുറിയുടെ തറയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ആ പഴയ ഡയറിയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു തീർത്ത കണ്ണുകളുമായി അവർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഹാളിലെ വെളിച്ചം കെടുത്തി രാഹുൽ തൻ്റെ മുറിയിലേക്ക് നടന്നു വന്നു. മുറിയിൽ വെളിച്ചമില്ലാത്തത് കണ്ട് അവൻ സ്വിച്ചിട്ടു. പെട്ടെന്നാണ് തറയിലിരുന്ന് വിതുമ്പുന്ന തൻ്റെ അമ്മയെ അവൻ കണ്ടത്. അവരുടെ കൈകളിൽ തൻ്റെ ആ പഴയ ഡയറിയും ഉണ്ടായിരുന്നു. ഒരു നിമിഷം രാഹുൽ സ്തംഭിച്ചുപോയി. അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. താൻ വർഷങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം തൻ്റെ അമ്മയുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവനൊന്നും സംസാരിച്ചില്ല. ശാന്തനായി. എന്നാൽ കൽത്തുറങ്കു പോലെയുള്ള മുഖത്തോടെ അവൻ അമ്മയെ നോക്കി നിന്നു. ശാരദ തളർന്ന കൈകളോടെ തറയിൽ നിന്നും എഴുന്നേറ്റു. വിറയ്ക്കുന്ന കാലടികളോടെ അവർ മകൻ്റെ അരികിലേക്ക് നടന്നു. രാഹുൽ ഒരടി പോലും മുന്നോട്ട് വെച്ചില്ല. അവൻ അവിടെ തന്നെ ഉറച്ചു നിന്നു. ശാരദ മകൻ്റെ കൈകളിൽ പിടിച്ചു. ആ കൈകൾ ഐസുപോലെ തണുത്തിരിക്കുകയായിരുന്നു. അമ്മയുടെ കണ്ണീർ തുള്ളികൾ രാഹുലിൻ്റെ കൈപ്പത്തിയിലേക്ക് ഇറ്റുവീണു. ശാരദ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു: മോനെ രാഹുൽ, അമ്മയോട് ക്ഷമിക്കടാ. അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി. അന്ന് നിനക്ക് 5 വയസ്സുള്ളപ്പോൾ പഠിച്ചില്ലെന്ന് പറഞ്ഞ് ഈ അമ്മ നിന്നെ തല്ലിയപ്പോൾ ഞാൻ നിൻ്റെ ശരീരത്തിലല്ലടാ അടിച്ചത്, നിൻ്റെ കുഞ്ഞു മനസ്സിലായിരുന്നു എന്ന് ഈ പാപിയായ അമ്മ അറിഞ്ഞില്ല മോനെ. രാഹുൽ അപ്പോഴും മൗനിയായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളുടെ കോണിൽ ഒരു ചെറിയ ഈർപ്പം പടരുന്നത് കാണാമായിരുന്നു. ശാരദ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നീ പഠിച്ച് വലിയ ആളാകണം, നിന്നെ ആരും കുറ്റം പറയരുത് എന്ന് മാത്രമായിരുന്നു അന്ന് ഈ അമ്മയുടെ മനസ്സിൽ. അതിനുവേണ്ടി ഞാൻ കാട്ടിയ ദേഷ്യം, എൻ്റെ വാശി, അത് നിൻ്റെ ഉള്ളിലെ മകനെ എനിക്ക് നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. നീ വളർന്നു വലിയ ഉദ്യോഗസ്ഥനായി എനിക്ക് പണവും മരുന്നും എല്ലാം തന്നു. പക്ഷേ എനിക്ക് വേണ്ടത് ഇതൊന്നും അല്ലായിരുന്നു മോനെ. എനിക്ക് എൻ്റെ പഴയ രാഹുൽ കുട്ടിയെ വേണമായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന, എൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ആ കുഞ്ഞിനെ വേണമായിരുന്നു. നീ എന്നിൽ നിന്ന് ഇത്രയും അകന്നത് എന്തുകൊണ്ടാണെന്ന് ഈ അമ്മയ്ക്ക് ഇപ്പോഴാടാ മനസ്സിലായത്. എന്നോട് ക്ഷമിക്കടാ. ആ അമ്മയുടെ വാക്കുകൾ ആ മുറിയിൽ പ്രതിധ്വനിച്ചു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന ആ വലിയ കുറ്റബോധം മുഴുവൻ കണ്ണീരായി ആ മകൻ്റെ നെഞ്ചിലേക്ക് ഒലിച്ചിറങ്ങി. അമ്മയുടെ കരച്ചിൽ കണ്ട് രാഹുലിൻ്റെ ഉള്ളിലെ ആ കൽത്തുറുങ്കും തകർന്നു വീണു. അവൻ പതുക്കെ തൻ്റെ കൈകൾ ഉയർത്തി അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു: സാരമില്ല അമ്മേ, ഞാൻ അമ്മയോട് പിണക്കമൊന്നും വെച്ചിട്ടില്ല.
അവൻ അമ്മയെ ആശ്വസിപ്പിച്ചു. അവരുടെ കണ്ണീർ തുടച്ചു മാറ്റി. പുറമേ നോക്കുമ്പോൾ എല്ലാം ശുഭമായി അവസാനിച്ചതുപോലെ തോന്നി. അമ്മയുടെ മനസ്സിന് ഒരു പക്ഷേ ആശ്വാസം കിട്ടിക്കാണും. പക്ഷേ ആ കെട്ടിപ്പിടുത്തതിലും എവിടെയോ ഒരു അപരിചിതത്വം ബാക്കിയുണ്ടായിരുന്നു. കാരണം രാഹുൽ അമ്മയ്ക്ക് മാപ്പ് നൽകിയെങ്കിലും അന്ന് ആ 5-ാം വയസ്സിൽ അവൻ്റെ മനസ്സിൽ വീണ ആ ഭയത്തിൻ്റെ കറുത്ത നിഴൽ പൂർണ്ണമായും മാഞ്ഞിരുന്നില്ല. അമ്മയുടെ അരികിലേക്ക് വരുമ്പോൾ ഇപ്പോഴും അവൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു അകലം രൂപപ്പെടുമായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ട പണം തിരികെ സമ്പാദിക്കാം, നഷ്ടപ്പെട്ട ആരോഗ്യം ചിലപ്പോൾ തിരിച്ചു പിടിക്കാം. പക്ഷേ ഒരു കുഞ്ഞിന് നഷ്ടപ്പെടുന്ന ആ സുരക്ഷിതമായ കുട്ടിക്കാലവും കളിച്ചിരികളും ഈ ലോകത്ത് ഒന്നിനും പകരമായി ആർക്കും തിരികെ നൽകാൻ കഴിയില്ലല്ലോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ദേഷ്യം കൊണ്ടും ശാസന കൊണ്ടും അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ? ഓർക്കുക, കുട്ടിക്കാലം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. സ്നേഹത്തോടെയും ക്ഷമയോടെയും തിരുത്താൻ കഴിയാത്ത ഒന്നും തന്നെ അടിയിലൂടെയോ ശിക്ഷയിലൂടെയോ നേടിയെടുക്കാൻ കഴിയില്ല. നമ്മൾ നൽകുന്ന ഒരടി അവരുടെ ശരീരത്തിലല്ല, അവരുടെ മനസ്സിലാണ് പതിക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.